തിരക്ക് പിടിച്ച് ഞാനിത് എങ്ങോട്ടാണ് ഓടുന്നതെന്നല്ലേ, പാർക്കുട്ടിയുടെ സ്കൂളിലോട്ട് പോവാണേ. പോകുന്ന വഴിക്ക് റേഷൻ വാങ്ങിച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ റേഷനൊക്കെ കഴിയാറായി, അരിയൊക്കെ കഴിയാറായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്തവണത്തെ അരി വാങ്ങിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ തിരക്ക് പിടിച്ച് അരിയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പാർക്കുട്ടിയുടെ സ്കൂളിലോട്ട് ഓടുകയാണെ. 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാർക്കുട്ടിയുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ്. ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേന് സെക്യൂരിറ്റി ചേച്ചി വന്ന് വാങ്ങിച്ചിട്ട് പോയി. പാർവതിയിൽ വിഷമമാവുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാൻ ചെറിയ കൊണ്ടുവന്ന് കൊടുക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനി നമുക്ക് നേരെ അമ്മേരെ അടുത്ത് കൊടുക്കാം. പോകുന്ന വഴിക്ക് ഞാനൊന്ന് ഫാൻസിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് 2-3 കമ്മൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷെ അവിടുത്തെ കളക്ഷൻസ് ഒന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇൻവിസിബിൾ മാലകളുണ്ടല്ലോ, പല പല വെറൈറ്റിയിൽ പെൻഡന്റ് വരുന്ന തരത്തിലുള്ള മാലകൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അമ്മയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ ഗൈസ്, അമ്മ നട്ടുപിടിപ്പിച്ചേക്കുന്ന ചെടികളാണ്. നിറയെ സാധാരണ നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ കാണുന്ന തരത്തിലുള്ള പൂച്ചെടികളും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ കൊണ്ട് പറ്റില്ല ഗൈസ്, എന്നെ കൊണ്ട് പറ്റാത്തൊരു സംഭവമാണ് ഈ ചെടി നടുക, കൃഷി നടത്തുക എന്നുള്ള പരിപാടിയൊക്കെ. എന്താണെന്നറിയില്ല, ഞാൻ നട്ടാൽ അത് പൊടിക്കാറില്ല കേട്ടോ. അപ്പോൾ അമ്മയുടെ പ്രധാന ഹോബിയും അമ്മയുടെ ഒരു കഴിവും കൂടിയാണ് ഗൈസ് ഈ ചെടികളെ ഇങ്ങനെ പരിപാലിച്ച് നിർത്തുക എന്നുള്ളത്. അപ്പം ഞാൻ ഒരു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക്, മാലയൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. അപ്പം അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്. എന്നിട്ട് അമ്മ അതേ കുറച്ച് വാളംപുളി ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വാളംപുളി അല്ലല്ലോ, കൊടംപുളി. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചു. എൻ്റെ പൊന്നു എന്തൊരു പുളിയാണ്. അമ്മയടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ ആ പുളിപ്പ് അറിഞ്ഞില്ല ഗൈസ്. അപ്പോൾ അതൊക്കെ തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് കറി വയ്ക്കാനൊന്നുമില്ല മക്കളേ എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ പിന്നെ ഓടിപ്പോയിട്ട് മീൻ നോക്കിയപ്പോൾ മീൻ ചാള അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ചാള മീനും വാങ്ങിച്ചു, എല്ലാം സെറ്റാക്കി തിരിച്ചു കൊണ്ടുവന്നു അമ്മയ്ക്ക് കൊടുത്തിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു മെഴുക്ക് വരട്ടാനായിട്ട് ഈ നേരത്തെ കാണിച്ചില്ലേ ഒരു വാളരിങ്ങല്ല, വേറൊരു കായാണ് കേട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നു. അത് നല്ലയാ, കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പകുതി പരിവേ ആയിട്ടുള്ളൂ, ഇതിൻ്റെ ഡബിൾ ആവുമെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് പൊട്ടിച്ച് എനിക്ക് തന്നിട്ടുണ്ട്. എന്തായാലും മോര് കറിയും കൂട്ടി ഇത് മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിക്കാനുള്ള പ്ലാനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയി. അവിടെ ചെന്ന് കുറേ നേരം പോസ്റ്റായി. എന്തോ കാരണം കൊണ്ട് റോഡ് ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് കുറേ നേരം പോസ്റ്റ് ആയി. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ ഞാനൊരു ലൈം ജ്യൂസും ഒരു പപ്സും വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ലൈം മധുരം വളരെ കുറവും ഇച്ചിരി കയ്പ്പ് കൂടുതലുമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഓക്കെ ആണ്. അങ്ങനെ ഞാൻ അതും കഴിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം കടയിൽ വന്നപ്പോഴേ പാർക്കുട്ടി ഇതേ ഈ ചോക്ലേറ്റ് ബോൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അന്ന് ഞങ്ങൾ വേറെ സാധനങ്ങൾ വാങ്ങിച്ചതുകൊണ്ട് ഞാനിത് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പാർക്കുട്ടിക്ക് 2 പാഴ്സലും വാങ്ങിച്ച് വീട്ടിലോട്ട് തിരിച്ചു പോയി കേട്ടോ.